മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ബാട്ടു കേവ്സ് കാണാനും പിന്നെ ഒരു കേബിൾ കാറിൽ പോയി ഒരു ചൈനീസ് ടെമ്പിൾ കാണാനും അതുപോലെ തന്നെ കുറേ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയുള്ള ഒരു സ്ഥലത്തുമാണ് പോകുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന വിഭവങ്ങളാണ് കേട്ടോ. സേമിയ ഉപ്പുമാവ്, നമ്മുടെ ഇന്ത്യൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ തരത്തിലുള്ളതുണ്ടായിരുന്നു. ചിക്കൻ കറി, ബുൾസൈ, പിന്നെ എന്തൊക്കെയാണ്, പിന്നെ റൈസും ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ദോശ, സാമ്പാർ, ചട്നി, പിന്നെ ബ്രെഡ്, ബട്ടർ, ഇതെല്ലാം ഉണ്ടായിരുന്നു. പൊട്ടറ്റോ, സ്മാഷ്ഡ് പൊട്ടറ്റോ, അങ്ങനെയുള്ള വിഭവങ്ങളായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ. അങ്ങനെ ഭയങ്കര ടേസ്റ്റി അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ഫുഡൊന്നും പറയാനായിട്ടില്ല കേട്ടോ. ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. എന്തായാലും കഴിക്കണമല്ലോ. കഴിച്ചിട്ട് അപ്പോഴേക്ക് ഞങ്ങളുടെ വണ്ടി വന്നു. ഒരു ലേഡി ഡ്രൈവറായിരുന്നു കേട്ടോ, റീത്ത. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളായിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ട് നേരെ ബാട്ടു കേവ്സ് കാണാനാണ് പോകുന്നത്. അത് ആ പോകുന്ന വഴിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. കുറച്ച് ഹിൽസും ഇതെല്ലാം ചെറിയ ചെറിയ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ആ ടെമ്പിളിൻ്റെ മുന്നിലെത്തിയിട്ട് അതിൻ്റെ എൻട്രൻസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ദൂരെ നിന്നേ കാണാൻ പറ്റും. മുരുകനാണെന്ന് തോന്നുന്നു ആ ഒരു വിഗ്രഹം കാണാൻ സാധിക്കും. ഒരു 220 സ്റ്റെപ്സ് എങ്ങാണ്ടും ഉണ്ട് കേട്ടോ ആ കേവിൻ്റെ അകത്ത് കയറണമെങ്കിൽ. അതിൻ്റെ അകത്തും താഴെയും ഉണ്ട് ഒരു അമ്പലമുണ്ട്, അത് കൂടാണ്ട് മുകളിലും അമ്പലമുണ്ട്. അപ്പോൾ അതൊരു ടാസ്ക്കാണ് കേട്ടോ, ഒരു ചലഞ്ചായിട്ട് അത് എടുത്തു ആ കേവ്, അതിൻ്റെ അകത്ത് കയറണം എന്നുള്ളത്. അപ്പോൾ അപ്പോൾ നിങ്ങൾ ആ കളർഫുള്ളായിട്ട് കാണുന്നതൊക്കെ സ്റ്റെപ്സാണ് അതിൻ്റെ സൈഡിലായിട്ട്, ബ്ലൂവും റെഡും ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ കയറാനുള്ള തയ്യാറെടുപ്പാണ് ഇത്. സ്റ്റെപ്സ് കണ്ടോ, 220 സ്റ്റെപ്സ് എങ്ങാണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങളതിൽ നിന്നാണ് കേട്ടോ കയറിയത്. കുറച്ച് കയറി ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, പിന്നെയും കയറും, സ്റ്റോപ്പ് ചെയ്യും, അങ്ങനെയാണ് കയറിയത്. നല്ലൊരു ടയേർഡായിരുന്നു കയറിയപ്പോൾ. പിന്നെ ഒരു കണക്കിന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ അകത്തായി കേട്ടോ, മുകളിലെത്തി. കേവിൻ്റെ അകമാണിപ്പോൾ കാണുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. കയറിയില്ലെങ്കിൽ ഒരു നഷ്ടമായിരുന്നു. ഇനിയും കുറച്ചും കൂടി കയറി വേറൊരു അമ്പലവും കൂടി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഇത്രയും കയറിയപ്പോൾ തന്നെ മടുത്തു. നോക്കി അമ്മു സ്വെറ്റ് ചെയ്തിട്ട് അതൊക്കെ തുടക്കുകയാണ് കണ്ടോ. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വേറൊരു അമ്പലവും കൂടി ഉണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് താഴെ ഇറങ്ങി. താങ്ക് യു.